കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായ പകുതി വില സ്കൂട്ടറിൽ അന്വേഷണം ഉടൻ ക്രൈംബ്രാഞ്ചിലേക്ക്. 3 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുണ്ടായാൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കേണ്ടത്. അനന്തു കൃഷ്ണനെതിരെയുള്ള പരാതികളുടെ എണ്ണം 10,000-നടുത്തേക്ക് അടുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസും സംഭവം ഏറെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അനന്തു കൃഷ്ണൻ എങ്ങനെയാണ് മൂവാറ്റുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളപ്പോൾ വോയിസ് മെസ്സേജ് അയച്ചതെന്നത് സംബന്ധിച്ച് സംസ്ഥാന ഇന്റലിജൻസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസിന്റെ കസ്റ്റഡിയിലുള്ളപ്പോൾ പ്രതി കേസുകളുടെ എണ്ണം കുറയ്ക്കാൻ മെസ്സേജ് അയച്ചത് ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. പരാതിയുടെ മേൽ പരാതികളായിട്ട് പോയാൽ എനിക്ക് പ്രശ്നങ്ങൾ സാധിക്കുകയില്ല, എനിക്ക് പുറത്തു വരവ് സാധ്യമാകില്ല. ഞാൻ പുറത്തു വന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ തീർക്കാനുള്ളത് എന്നെ സഹായിക്കാൻ ആളുകളുണ്ട്, കമ്പനികളുണ്ട്, അതുകൂടാതെ ധാരാളം സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളെന്നെ പരമാവധി ഉപദ്രവിക്കരുത്. ഈ അവസരത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. പോലീസുകാരുടെ സഹായം പ്രതിക്ക് ലഭിച്ചോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കേസുകളുടെ എണ്ണം ഒഴിവാക്കാൻ പോലീസ് ഉന്നതതലത്തിൽ ഇടപെടലുണ്ടോ എന്നതും പരിശോധിക്കുന്നു. അനന്തു കൃഷ്ണനെതിരെയുള്ള പരാതിക്കാരുടെ എണ്ണം 10,000 കവിയുമെന്നാണ് കണക്കുകൂട്ടൽ. 1,000 കോടിയുടെ തട്ടിപ്പാണ് വിലയിരുത്തപ്പെടുന്നത്. പോലീസുകാരുടെ ഭാര്യമാരും ജനപ്രതിനിധികളും വരെ തട്ടിപ്പിന് ഇരയായി. വൈകാതെ കേസന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തേക്കും. 3 കോടിയിൽ കൂടുതൽ രൂപയുടെ തട്ടിപ്പ് നടന്നാൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കേണ്ടത്. അനന്തു കൃഷ്ണന് പുറമെ പ്രതിയുമായി അടുത്ത ബന്ധം പുലർത്തിയ ആളുകളുടെ ബാങ്ക് വിവരങ്ങളും പരിശോധിക്കും. സായിഗ്രാം ചെയർമാൻ ആനന്ദകുമാറിനെ ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബ് ഭാരവാഹികളെയും ചോദ്യം ചെയ്യും. ന്യൂസ് 18 തിരുവനന്തപുരം. പാതിവില CSR തട്ടിപ്പിൽ മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിക്കും തനിക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം. മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകൾ വിശ്വസിച്ചാണ് ഇവരുമായി സഹകരിച്ചത്. ആളുകൾക്ക് പണം തിരിച്ചു കിട്ടാൻ നിയമപരമായി ശ്രമിക്കുമെന്നും അല്ലെങ്കിൽ ഏതു വിധേനയും അതെല്ലാം തിരിച്ചു കൊടുക്കുമെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. എന്നെ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എനിക്ക് നമ്മുടെ അനന്തുവിനെ നല്ലവണ്ണം ബന്ധമുള്ള കക്ഷിയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ നല്ല ബന്ധമുള്ള വ്യക്തിയാണ്. പക്ഷേ ഞാൻ വന്നത് പിന്നെ പുതിയ ഒരു പ്രസ്ഥാനമാണ്. നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. സന്നദ്ധ സംഘടന എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഒരു ഉറപ്പ് വന്നത് CN രാമചന്ദ്രൻ നായർ സാറും അതുപോലെ തന്നെ ആനന്ദകുമാർ സാറും ഇതിന്റെ തലപ്പത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അതിലൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. 2023 ഓഗസ്റ്റ് 17 നാഷണൽ NGO കോൺഫെഡറേഷന്റെ ഉദ്ഘാടനം നടത്തി മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ ഈ വാക്കുകളാണ് ഇവരെ വിശ്വസിക്കാൻ കാരണമായതെന്ന് നജീബ് കാന്തപുരം പറഞ്ഞു. ഒറ്റപ്പാലം MLA പ്രേംകുമാറും പ്രതിഭയും വീണ ജോർജുമെല്ലാം ചെയ്തതുപോലെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഉപകാരം മാത്രമേ താനും ഉദ്ദേശിച്ചിട്ടുള്ളൂ. പെരിന്തൽമണ്ണയിലെ മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റി എല്ലാ നിയമങ്ങളും അനുശാസിച്ച് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് പ്രവർത്തിക്കുന്ന അംഗീകാരമുള്ള ഒരു NGO ആണെന്നും കോർപ്പറേറ്റുകളുടെ ഫണ്ട് മാത്രമാണ് സഹായമായി സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളിൽ നിന്ന് പണം തട്ടിയെടുക്കാനാണെങ്കിൽ രസീത് നൽകേണ്ട കാര്യമില്ലല്ലോ എന്നും MLA. അല്ല അനുമോദം ഒരൊറ്റ കാര്യം അദ്ദേഹം ചെയ്യട്ടെ. ഇതൊക്കെ ഇങ്ങനെ ആകാശത്തേക്കായിരിക്കും വേണ്ടി വെക്കാം. ഇവിടെ ഈ പൈസ തന്നതിൽ ഒരു കൊടുവള്ളി എന്നുള്ള ഒരാളുണ്ടെങ്കിൽ കൊടുവള്ളിയിൽ നിന്ന് 1 ഉറുപ്പ്യ കിട്ടിയത് എനിക്ക് ഓർമ്മയില്ല. 1 രൂപ ഞാൻ പിരിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമീപിക്കുന്നത് ഏറ്റവും ക്രെഡിബിലിറ്റിയുള്ള, കാരണം ഇതേ അബദ്ധം ഞങ്ങൾക്കും പെടും. ഏതെങ്കിലും ആരുടെങ്കിലും കയ്യിൽ നിന്ന് സംഭാവന വാങ്ങിയിട്ടല്ല ഞങ്ങളിത് നടത്തുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റുകളുടെ അടുത്ത് നിന്ന് CSR ഫണ്ടാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. 1,80,00,000 രൂപയുടെ സാധനങ്ങളാണ് ഇനി പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ലഭ്യമാക്കാനുള്ളത്. ഇതിന്റെ എല്ലാം പണം അനന്തുവിൽ നിന്ന് തന്നെ തിരിച്ചെടുക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഏതു വിധേനയും പണം നൽകിയവർക്ക് അത് തിരിച്ചു നൽകുക തന്നെ ചെയ്യും. ഇവന്റെ കയ്യിൽ നിന്നാണ് പണം വാങ്ങേണ്ടത്, അത് ഗവൺമെന്റിന്റെ സംവിധാനമാണ് ഉപയോഗിക്കേണ്ടത്, അതെല്ലാം ഉപയോഗിക്കും. നിയമ പോരാട്ടം നടത്തും ഏതറ്റം വരെ. പെരിന്തൽമണ്ണയിൽ CPM നടത്തുന്നത് വെറും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളാണ്. അതെല്ലാം ഉണ്ടയിലെവിടെകളാണെന്നും നജീബ് കാന്തപുരം പരിഹസിക്കുന്നു. എന്നാൽ നജീബ് കാന്തപുരത്തിനെതിരായ ആരോപണങ്ങൾ തുടർന്നും ഉന്നയിക്കാനുള്ള നീക്കത്തിലാണ് ഇടതുപക്ഷം. ന്യൂസ് 18 മലപ്പുറം. ഇതിന്റെ തട്ടിപ്പിന് ഒരുപാട് വ്യാപ്തിയുണ്ട്. 10,000-ഓളം പരാതികൾ, 1,000 കോടിക്ക് അടുത്തുള്ള തട്ടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകൾ ഒന്നായി ഈ പാതിവില സ്കൂട്ടർ, പാതിവില ലാപ്ടോപ്പ് പദ്ധതി മാറുകയാണ്. ഇതിനിടെ പാതിവില തട്ടിപ്പിൽ സായിഗ്രാം ഡയറക്ടർ ആനന്ദകുമാറിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. സമാന്തര പ്രവർത്തനം നടത്തിയാൽ NGO കോൺഫെഡറേഷനിൽ നിന്ന് പുറത്താക്കുമെന്ന് അംഗങ്ങൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ ആനന്ദകുമാർ പറയുന്നു. 2024 മെയ് മാസത്തിൽ NGO കോൺഫെഡറേഷൻ അംഗങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വളരെ ഭംഗിയായിട്ട്
കോഴിക്കോട് വിതരണം എന്നതിൽ നിന്നും തുടങ്ങി തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ്, 2 വീലർ തുടങ്ങിയ വലിയ വലിയ കമ്പനികളുടെ വിതരണം നടന്നു വരികയാണല്ലോ. ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ചില സംഘടനകൾ ചില ഈ പ്രസ്ഥാനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ രീതിയിലുള്ള തെറ്റായ പ്രവർത്തനം അനുവദിക്കുന്നതല്ല. മാത്രമല്ല, അവർക്ക് എതിരെ നടപടികൾ ഉണ്ടായിരിക്കുന്നതാണ് ഉടനെ തന്നെ. ഏതെല്ലാം സ്ഥാപനങ്ങളാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി കണ്ടുപിടിക്കുകയാണ്. കണ്ടുപിടിച്ച് തീർച്ചയായിട്ടും അവരെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറ്റുന്നതാണ്. ഈ പ്രസ്ഥാനമായിട്ട് യാതൊരുവിധ ബന്ധവും ഉണ്ടായിരിക്കില്ല. ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളുടെ ഈ നാഷണൽ NGOs കോൺഫെഡറേഷൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ സമാന്തരമായിട്ട് ആർക്ക് എന്തു വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ അനുവദിക്കുകയില്ല. ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അത്തരത്തിലുള്ള വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അനുവദിക്കുകയില്ല. ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ആ രീതിയിൽ ചെയ്ത NGOs തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടായിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും അവർ ഈ സംഘടനയിൽ തുടർച്ചയായിട്ടുണ്ടായിരിക്കുന്നതല്ല എന്നുകൂടി പറയുകയാണ്. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണനെ ഇതിനിടെ ഇന്ന് കൊച്ചിയിൽ എത്തിച്ച് തെളിവെടുക്കും. കൊച്ചിയിലെ ഓഫീസിലും ഫ്ളാറ്റിലും എത്തിച്ചായിരിക്കും തെളിവെടുക്കുക. കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുന്ന സാഹചര്യത്തിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഡാനി പോളും ഡാൻ കുര്യനും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം നമുക്ക് ഡാൻ കുര്യനിലേക്കൊന്ന് പോകാം. ഡാനി, ആനന്ദകുമാർ എന്ന സായി ഗ്രാമത്തിന് ഡയറക്ടർ, അദ്ദേഹത്തിന് ഇതിന്റെ മിക്ക വേദികളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. അദ്ദേഹത്തിന് ഇതിൽ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിച്ച് വലിയൊരു NGOയുടെ പ്രധാനപ്പെട്ട ആളുകൂടിയാണ്. കേരളീയ സമൂഹത്തിൽ ഇതുവരെ ഏറെ മാന്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന, ബഹുമാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം പുറത്തു വരുമ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എന്ത് സന്ദേശമാണ് ഇതിലൂടെ NGO അംഗങ്ങൾക്ക് അദ്ദേഹം നൽകാൻ ശ്രമിച്ചത്? ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പങ്കാളിത്തം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? രഞ്ജിത്ത്, അതായത് കഴിഞ്ഞ ദിവസം ഈ NGO കോൺഫെഡറേഷനിലെ മറ്റ് അംഗങ്ങൾ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തി ആനന്ദകുമാറിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് മാത്രം ഏതാണ്ട് 7ഓളം സംഘടനകളുടെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെയാണ് 6 കോടിയിലധികം രൂപ ഈ സംഘം തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഈ കോൺഫെഡറേഷനിലെ മറ്റംഗങ്ങൾ പറഞ്ഞത്. അവർ പറയുന്നത് ആനന്ദകുമാറിന്റെ അറിവില്ലാതെ ഇങ്ങനെ ഒരു കാര്യം നടക്കില്ല എന്ന കാര്യം ഉറപ്പാണ് എന്നാണ്. അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ഈ പ്രശ്നം ഉണ്ടായതിന് പിന്നാലെ സായി ഗ്രാമത്തിലെത്തി അവർ ആനന്ദകുമാറിനെ നേരിൽ കാണാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അവരിൽ 2 പേരെ മാത്രമാണ് അകത്തേക്ക് കടത്തിവിട്ടത്. അങ്ങനെ അവരോട് സംസാരിച്ച് നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കിക്കോളൂ, നിയമപരമായി നോക്കിക്കോളൂ, ഞാൻ വേണ്ട സഹായം ചെയ്ത് നൽകാമെന്ന് അദ്ദേഹം അവരോട് പങ്കുവെച്ചുവെന്നാണ് അതിൽ ഒരാൾ നമ്മളോട് അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. എന്തായാലും ഇദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ തേടിയാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. അങ്ങനെ ഉണ്ട് എന്ന ഗുരുതരമായ ആരോപണത്തിൽ NGO കോൺഫെഡറേഷനിലെ മറ്റ് അംഗങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അവർ അതിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹമാണ് ഈ മറ്റുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കുന്നതിന് വേണ്ടി അനന്തകൃഷ്ണൻ മുന്നിൽ നിർത്തി ഉപയോഗിച്ചത് ഈ ആനന്ദകുമാറിനെ, സായിഗ്രാമം ഡയറക്ടർ കൂടിയായ ആനന്ദകുമാറിനെയാണ്. അദ്ദേഹത്തിന്റെ വാക്ക് വിശ്വസിച്ചാണ് തങ്ങൾ ഉൾപ്പെടെ വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ ഈ സംവിധാനത്തിന്റെ ഭാഗമായത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഈ വിശ്വാസം നേടിയെടുക്കുന്നതിന് വേണ്ടി ലാപ്ടോപ്പ് വിതരണം കൃത്യമായി നടപ്പിലാക്കിയിരുന്നു. ഏതാണ്ട് 3 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കി. പിന്നീടാണ് ഈ പാതിവിലയ്ക്ക് സ്കൂട്ടർ നൽകുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ, അതിന്റെ ഭാഗമായി ഏതാണ്ട് 6 കോടിയിലധികം രൂപ പിരിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിനുശേഷം പിന്നീട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പൊക്കോളാൻ ഈ NGO അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയ ആനന്ദകുമാറിനെ കുറിച്ച് പിന്നീട് ഒരു വിവരങ്ങളുമില്ല എന്നാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് NGO സംഘടനകളുടെ പ്രതിനിധികൾ വ്യക്തമാക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആശങ്ക ഈ പണം
ഈ ആളുകളുടെ പക്കൽ നിന്ന് വാങ്ങി 3 ബാങ്ക് അക്കൗണ്ടുകളായിരുന്നു നിർദ്ദേശിച്ചത് ഇത് നിക്ഷേപിക്കുന്നതിന് വേണ്ടി. ആ അക്കൗണ്ടുകളിലേക്ക് ഇട്ട് നൽകി എന്നൊരു തെറ്റ് മാത്രമാണ് തങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിന് സമൂഹത്തിന് മുമ്പിൽ ആരോപണ വിധേയരായി മുഖം കുനിച്ചു നിൽക്കേണ്ട സാഹചര്യത്തിലാണ്, തല കുനിച്ചു നിൽക്കേണ്ട സാഹചര്യത്തിലാണ് തങ്ങളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാണ് അവർ ഈ ആശങ്ക നമ്മളോട് പങ്കുവെക്കുകയും ഈ ശബ്ദ സന്ദേശം നമുക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. രഞ്ജിത്ത്, അതായത് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 3 കോടി രൂപയിൽ വലിയ തട്ടിപ്പുണ്ടായാൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ് പതിവ്. അങ്ങനെയാണ് അതിന്റെ നിയമരീതി, അങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ കാര്യങ്ങൾ പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴും NGO-കളെ മാത്രം ഇതിൽ ഉൾപ്പെട്ട താഴെ തട്ടിലുള്ള NGO-കളെ മാത്രം ഇതിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇവരെ കൂടി പ്രതികളാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള ആക്ഷേപമാണല്ലോ. ഇവർ പണം കൈമാറിയ നിരവധി ആളുകളുണ്ട്, ഇയാൾ കൈമാറിയ നിരവധി ആളുകളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, മറ്റ് പൊതുപ്രവർത്തകരൊക്കെ ഉണ്ട്. അവരുമായി ബന്ധപ്പെട്ട പങ്കാളിത്തമൊന്നും അന്വേഷണത്തിന് ഇതുവരെ അതിന് വഴിവെച്ചിട്ടില്ല എന്നാണോ? അതായത് ഈ സമൂഹത്തിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന, രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളെ ഈ സംവിധാനത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് വിശ്വാസം നേടിയെടുക്കുന്നതിൽ കൃത്യമായി ഈ ആനന്ദകൃഷ്ണൻ വിജയിച്ചു. അതുതന്നെയാണ് മന്ത്രിമാരെ അടക്കം, അതായത് അവർ ആരും അറിഞ്ഞുകൊണ്ട് ഈ തട്ടിപ്പിന്റെ ഭാഗമായവരല്ല. ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് അതിൽ ഭാഗമാകുകയാണ് ചെയ്തത് എന്നാണ് ഇതിനോടകം പുറത്തു വരുന്ന വിവരങ്ങൾ. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തിയ NGO കോൺഫെഡറേഷനിലെ അംഗങ്ങൾ പറഞ്ഞത് അവർക്ക് ഈ തുകയുടെ, അതായത് ആകെ പിരിച്ചെടുക്കുന്ന തുകയുടെ 2% കമ്മീഷനായി നൽകുമെന്നാണ് അറിയിച്ചിരുന്നത്. ആ കമ്മീഷൻ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, ഇതുമായി ബന്ധപ്പെട്ട മറ്റു തരത്തിലുള്ള ചെലവുകൾ ഈ 2% പണത്തിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് ചെലവാക്കാം എന്നായിരുന്നു അവരോട് പറഞ്ഞത് എന്നാണ് വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഒരു കൃത്യമായ ഒരു ആക്യുറേറ്റ് എമൗണ്ട് നമ്മളോട് എത്ര അവർക്ക് ലഭിച്ചു എന്നോ എത്ര ലഭിക്കുമെന്നാണ് പറഞ്ഞതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. 2% തുക കമ്മീഷനായി ഇവർക്ക് നൽകുമെന്ന് ഇദ്ദേഹം പങ്കുവച്ചിരുന്നുവെന്ന് പറയുന്നു. അപ്പോൾ സമാനമായ തരത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കിയ സ്ഥലങ്ങളിലെ എല്ലാ ആളുകളോടും ഇങ്ങനെ ഒരു 2%-ൻ്റെയോ അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു കണക്ക് പങ്കുവച്ചിട്ടുണ്ടോ അനന്തകൃഷ്ണൻ? അതോടൊപ്പം അങ്ങനെ ഏതെങ്കിലും തുക ഏതെങ്കിലും പ്രമുഖരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുണ്ടോ? ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. അവിടെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഒരുപാട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലെ ഉന്നതർ ഈ സംഭവങ്ങളുടെ ഭാഗമായിട്ടുണ്ട്, അല്ലെങ്കിൽ പരോക്ഷമായെങ്കിലും അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നത്